ഇന്ന് നമുക്ക് മരത്തെക്കുറിച്ചൊരു കഥ കേട്ടാലോ? മരം ഒരു വരമാണ്. മരം ഒരു പറ്റാത്ത സസ്യമാണ്. ലോകത്തിൽ കൂടുതലായി കാണുന്നത് മരങ്ങളാണ്. ദീർഘകാലം നിലനിൽക്കുന്നതും ആണ് മരം. ഏകദേശം 370 കോടി വർഷങ്ങൾക്ക് മുൻപിൽ പരിണമിച്ചിട്ടുള്ളതാണ് മരങ്ങൾ. മണലിപ്പ് തടയുന്നതിനും മഴ പെയ്യുന്നതിനും കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും മരങ്ങൾ സഹായിക്കുന്നു. മരങ്ങളിൽ പക്ഷികൾ, മൃഗങ്ങൾ എന്നിവ വസിക്കുന്നതിനും മരങ്ങളിൽ കൂടുകൂട്ടുന്നതിനും സഹായിക്കുന്നു. മരങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് നീക്കം ചെയ്ത് അവയുടെ ടിഷ്യൂകളിൽ കാർബൺ ധാരാളമായി ശേഖരിച്ച് വയ്ക്കുന്നതിന് സാധിക്കുന്നു. മരങ്ങൾ തണൽ നിർമ്മാണത്തിനും വിറക്, കെട്ടിട നിർമ്മാണത്തിനും തീ കത്തിക്കുന്നതിനും വേണ്ടി തടികൾ ഉപയോഗിക്കുന്നു. ചില മരങ്ങളിൽ നിന്ന് ഭക്ഷണയോഗ്യമായ പഴങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇനി നമുക്ക് മരത്തെക്കുറിച്ചൊരു കഥ കേട്ടാലോ? ഈ കഥ പറയുന്നത് ജുവാന ജോർജ് ആണ്. ഞാനിവിടെ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലരും കേട്ട ഒരു കഥയായിരിക്കും, പക്ഷെ ഞാൻ ഒന്നുകൂടെ ആ കഥ കേട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ ആ കഥ പറയാം. 3 മരങ്ങളുടെ കഥയാണത്. ഈ മരങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന മരങ്ങളാണ്. ഒരു കുന്നിന്റെ മുകളിലാണ് ഈ 3 മരങ്ങളും ജീവിച്ചിരുന്നത്. ഈ 3 മരങ്ങളും ചെറിയ മരങ്ങളായിരുന്നു. ഈ 3 മരങ്ങൾക്കും ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു രാത്രിയിൽ ഈ 3 മരങ്ങളും എന്ത് ചെയ്തു? ആകാശത്തെ നോക്കി നിന്നു. നക്ഷത്രങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ 3 മരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ആദ്യത്തെ മരം പറഞ്ഞു, നക്ഷത്രങ്ങളെയൊക്കെ നോക്കി പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാ നിധികളും സംരക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു പെട്ടിയായി തീരണം എന്ന് പറഞ്ഞു. അപ്പൊ ആ മരം വിചാരിച്ചു, ഈ ലോകത്തുള്ള എല്ലാ നിധികളും സ്വർണ്ണങ്ങളും ഒക്കെ എന്നിലൂടെ ഉണ്ടാകുന്നു, എന്നെ വെട്ടിക്കഴിയുമ്പോഴുള്ള ആ ഒരു പെട്ടിയിലൂടെ ആ പെട്ടിയിൽ സൂക്ഷിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് സന്തോഷിച്ചു. രണ്ടാമത്തെ മരമായിക്കോട്ടെ, ഈ ലോകമെമ്പാടും അറിയപ്പെടുന്ന വലിയൊരു കപ്പലായി തീരണം, രാജാക്കന്മാരെ എന്നിലൂടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ സഞ്ചരിക്കണം എന്നൊക്കെ ആലോചിച്ചു. മൂന്നാമത്തെ മരമായിക്കോട്ടെ, ഈ ഒരു കുന്നിന്റെ താഴെ നോക്കുമ്പോൾ വലിയൊരു ടൗൺ ഉണ്ടായിരുന്നു. ആ ടൗണിലെ യുവതിയുവാക്കളൊക്കെ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ പാരമ്പര്യം ഈ ലോകം മുഴുവൻ അറിയണം, എന്നിലൂടെ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ ഈ ലോകമെമ്പാടും വളരണം, അതുപോലെ തന്നെ എൻ്റെ പാരമ്പര്യം ഈ ലോകമെമ്പാടും അറിയണമെന്ന് ഈ മൂന്നാമത്തെ മരം ആഗ്രഹിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഈ 3 മരങ്ങളും വളർന്നു വന്നു. അപ്പം ഇവരെ വെട്ടാൻ വേണ്ടി മരം വെട്ടുകാരൻ വന്നു. വളരെ സന്തോഷമായി, ഞാനെന്റെ ലക്ഷ്യത്തിലോട്ട് എത്തുകയാണല്ലോ എന്ന് വിചാരിച്ച് 3 മരങ്ങളും സന്തോഷിച്ചു. പക്ഷെ ഈ ഒന്നാമത്തെ മരത്തെ ഈ ഒരു മരം വെട്ടുകാരൻ കൊണ്ടേ കൊടുത്തത് ഒരു ആശാരിയുടെ കയ്യിലാണ്. അപ്പോഴും മരത്തിന് മനസ്സിലായോ, ഞാനൊരു പെട്ടിയായി തിരികെയാണ്, എനിക്ക് സന്തോഷമായി, ഞാൻ നിധി എടുത്ത ഒരു പെട്ടിയായി തിരികെയാണല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചു. പക്ഷെ ആശാരി ഉണ്ടാക്കിയത് ഒരു സ്റ്റാൻഡാണ്. പുല്ലൊക്കെ വെക്കാനും ഈ കന്നുകാലികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന ചെറിയൊരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ചെറിയൊരു പെട്ടിയായി തീർന്നു. ഭയങ്കര അധികം സങ്കടമായിപ്പോയി. ഞാൻ എന്താണ് ഈ ആയിത്തീർന്നിരിക്കുന്നത്? വൈക്കോലും കന്നുകാലികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ഫീഡർ ചെറിയൊരു ബോക്സായി മാറിയല്ലോ. ഞാൻ എന്താണ് ആഗ്രഹിച്ചത്? ഒരുപാട് നിധികളൊക്കെ എന്നിലൂടെ ഉണ്ടാകുന്ന പെട്ടിയിലുണ്ടാവണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ ആയിത്തീർന്നത് എന്താണെന്ന് വിചാരിച്ച് ഭയങ്കര അധികം സങ്കടപ്പെട്ടു. രണ്ടാമത്തെ മരമായിക്കോട്ടെ, ഒരു കപ്പൽ, വലിയൊരു കപ്പൽ, രാജാക്കന്മാരൊക്കെ സഞ്ചരിക്കുന്ന വലിയൊരു കപ്പലാവാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ ആയിത്തീർന്നത് ചെറിയൊരു ബോട്ടാണ്. ഒരു മീൻപിടുത്തക്കാരൻ കൊണ്ടുപോയി ചെറിയൊരു ബോട്ടാക്കി. അവരതിനെ മീൻ പിടിക്കാനൊക്കെ കൊണ്ടുപോയി. അപ്പം മീനൊക്കെ വീഴുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ്. അവിടെ രാജാക്കന്മാരെന്നൊക്കെ വിചാരിച്ച് ഈ മരം ഭയങ്കര സങ്കടപ്പെട്ടു. മൂന്നാമത്തെ മരമായിക്കോട്ടെ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെ കഷണങ്ങളായി ഒരു സൈഡിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാവരും കളിയാക്കും, ഇതിന്റെ പാരമ്പര്യമൊക്കെ ലോകം മുഴുവൻ അറിയാമെന്ന് നീ തീരുമാനിച്ചത്, പക്ഷെ എന്തായി തീർന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇവരുടെ ലക്ഷ്യങ്ങളൊന്നും ഇവരെത്താത്തതുകൊണ്ട് ഇവരുടെ ആ മനസ്സിലെ സങ്കടവും ഒക്കെ നിറഞ്ഞ സമയത്ത് അവര് ഒരിക്കലും ഈ ആദ്യത്തെ പെട്ടി ഒരു സ്റ്റാൻഡായാണല്ലോ തീർന്നത്. രാത്രിയിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇട്ടു, അതിനെ പെട്ടിക്ക് മുകളിൽ ഇട്ടു. ഈ മരം നോക്കുമ്പോഴത്തേക്കും 7 സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് നിന്നാൽ പോലും ശോഭ വരില്ല. ഈ കുഞ്ഞിന്റെ അത്രയും ശോഭ അവർക്ക് വരില്ല. അത്തരത്തിലൊരു കുഞ്ഞ് വിദ്വാൻമാരി കുഞ്ഞിനെ കാണാൻ വരും. അപ്പോഴാണ് ഈ മരം മനസ്സിലാക്കിയത്, തനിക്ക് കിട്ടിയ സുഹൃത്തെ ഓർത്ത് അത് യേശുക്രിസ്തു ആയിരുന്നു ആ മരം തിരിച്ചറിഞ്ഞു. ആ കുഞ്ഞ്, ആ ചെറിയ കുഞ്ഞ് യേശുക്രിസ്തു ആയിരുന്നു തിരിച്ചറിഞ്ഞു. അപ്പൊ തനിക്ക് കിട്ടിയ ആ ഒരു സൗഭാഗ്യത്തെ ഓർത്ത് മരം ഭയങ്കര അധികം സന്തോഷിച്ചു. കാരണം മരം ഞാൻ ആഗ്രഹിച്ചത് നിധികളൊക്കെ കൂട്ടിയിടണം എന്നായിരുന്നു. പക്ഷെ ഈ ലോകത്തിലൊക്കെ ഏറ്റവും വലിയ നിധി, ഈ ലോകത്തിലെ എത്ര നിധിയും സ്വർണവും എടുത്താലും അതിനോടൊന്നും ഈ കുഞ്ഞിനോടും ആവില്ല എന്ന് ആ മരം മനസ്സിലാക്കി വളരെയധികം സന്തോഷിച്ചു. ദൈവത്തോട് ആ സമയത്തൊക്കെ മുന്നേയൊക്കെ ഭയങ്കരമായിട്ട് കുറ്റവും പറയായിരുന്നു, എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്തൊന്നും എത്താൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട ആ മരം
പിന്നീട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് തന്ന ഈ വലിയ സൗഭാഗ്യത്തിനായി നന്ദി പറയുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ മരമായിക്കോട്ടെ ഒരു മീൻപിടുത്തക്കാരാണ് കൊണ്ടുപോയത്. ഒരു രാത്രിയിൽ 13 അംഗ സംഘം ഈ മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റൊക്കെ അടിക്കുകയാണ്, ഭൂകമ്പം പോലെ വരികയാണ്, മിന്നലൊക്കെ വരികയാണ്, ഇടിമിന്നല്, മഴ, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പം ഇതിൽ തളർന്നു കിടന്നിറങ്ങുന്ന ഒരു യുവാവുണ്ട്. ഈ യുവാവ് എണീറ്റിട്ട് കടലെ ശാന്തമാകുമെന്ന് കൽപ്പിച്ചു. അപ്പൊ ഈ മരം വിചാരിച്ച് യുവാവല്ലേ പറയുന്ന, ഉടനെ ഇവര് പറഞ്ഞ ശാന്തമാവുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ആ കടലും ആ ശോകവും എല്ലാം ശാന്തമായി. അത് യേശുക്രിസ്തു ആയിരുന്നു. ആ യുവാവാരായിരുന്നു? യേശുക്രിസ്തു ആയിരുന്നു. ഈ മരത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ച എന്താണ്, വെറും രാജാക്കന്മാർ എന്നിലൂടെ ഉണ്ടാവുന്ന ഷിപ്പിൽ സഞ്ചരിക്കണം എന്നായിരുന്നു. പക്ഷെ ആയിത്തീരുന്നതോ രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവുമായ യേശുക്രിസ്തു തന്നെ ഉപയോഗിച്ച് ലോകമെമ്പാടും സുവിശേഷം അറിയിക്കാൻ കൊണ്ടുപോയല്ലോ എന്നോർത്ത് ഈ മരത്തിന് ഒരുപാട് സന്തോഷമായി. പാപികളെ വിടുവിക്കാനും രോഗികളെ രക്ഷിക്കാനും ഈ മരത്തെ ഉപയോഗിച്ചല്ലോ എന്നോർത്ത് ഈ മരത്തിന് ഒരുപാട് സന്തോഷമായി. മൂന്നാമത്തെ മരമായിക്കോട്ടെ, എല്ലാവരും ഏറ്റവും കൂടുതൽ ദോഷം പറഞ്ഞതും കളിയാക്കിയതും മൂന്നാമത്തെ മരമായിരുന്നു. ഒരിക്കൽ കള്ളൻ എന്ന മുദ്ര കുത്തിയ ഒരു യുവാവിനെ ഒരു കുരിശിന്റെ ആകൃതിയിൽ ഈ മരത്തിന്റെ മുകളിലോട്ട് അല്ലെങ്കിൽ ശരീരത്തേക്ക് തറച്ചു കയറ്റി. ഭയങ്കരധികം സങ്കടം ഉണ്ടായി ഈ മരത്തിന്. കാരണം കള്ളൻ എന്ന മുദ്ര കുത്തിയ ഒരു മരത്തെയാണ് തൻ്റെ ശരീരത്തിലോട്ട് അടിക്കുന്നതെന്ന് വിചാരിച്ച് ഈ മരത്തിന് ഭയങ്കര സങ്കടമുണ്ടായി. രാത്രി ആയപ്പോഴത്തേക്കും ഈ മനുഷ്യൻ തൻ്റെ അവസാന ശ്വാസം എടുക്കുമ്പോൾ ഭൂമി കുലുങ്ങാൻ തുടങ്ങി, ഭൂമിയിലെല്ലാം ഇരുട്ട് കയറാൻ തുടങ്ങി. അപ്പോഴാണ് ഈ മരം മനസ്സിലാക്കിയത് ലോകത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവാണ് തൻ്റെ ശരീരത്തുള്ളതെന്ന് ഈ മരം മനസ്സിലാക്കി. അവസാനം ഈ മരം എല്ലാവരും കളിയാക്കുന്ന സമയത്ത് തൻ്റെ പാരമ്പര്യമൊക്കെ ലോകത്തൊക്കെ അറിയിക്കണം എന്ന് വിചാരിച്ച ഈ ഒരു മരത്തിനുണ്ടായ എല്ലാവരും കളിയാക്കിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മരത്തിനുണ്ടായ സുഖം ലോകമെമ്പാടും. ഇപ്പം നമ്മൾ യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും യേശുക്രിസ്തു എന്താണ്? ഒരു കുരിശ്. നമ്മൾ യേശു എന്നാലോചിക്കുമ്പോൾ, നമ്മുടെ ദൈവം എന്നാലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? കുരിശാണ്. പിന്നീട് എല്ലാ ക്രൈസ്തവരുടെയും മനസ്സിലുണ്ടായിരുന്നത് ഈ കുരിശാണ്. അപ്പം ആ ഒരു പാരമ്പര്യത്തെ അറിയിക്കാൻ പറ്റി അതിൽ ഒരു ഉപരിയായിട്ട് തന്നെ മരത്തിന്റെ പാരമ്പര്യം അല്ലാതെ ഉപരിയായിട്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന യേശുക്രിസ്തുവിനെ, ഈ ലോകത്തിന്റെ രക്ഷിതാവ് യേശുക്രിസ്തു തന്റെ മുകളിൽ കിടക്കുന്നത് പറഞ്ഞിട്ട് ഈ മരത്തിന് ഒരുപാട് സന്തോഷമായി. ഈ മരത്തിന്റെ കഥയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊക്കെ നമ്മുടെ യുവാക്കളുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ കാണും. നല്ല ജോലി മേടിക്കണം, നല്ല ഒരു കുടുംബജീവിതത്തിലോട്ട് കടക്കണം, തുടങ്ങിയ ഒരുപാട് ലക്ഷ്യങ്ങൾ കാണും. പക്ഷെ ആ ലക്ഷ്യങ്ങളൊക്കെ കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. മരത്തെക്കുറിച്ചുള്ള കഥ കേട്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല കഥയല്ലേ? ഇത്രയും സമയം കഥകൾ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.